പ്രഭാഷകന്റെ പുസ്തകത്തിലെ 41 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭാഷകൻ 41 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. ചോദ്യം 2. പ്രഭാഷകൻ 41 അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം മരണം. ചോദ്യം 3. ആർക്കെല്ലാമാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമായിരിക്കുന്നത്? ഉത്തരം തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്. ചോദ്യം 4. മരണത്തെ ഓർക്കുന്നത് എത്ര കൂട്ടർക്ക് അരോചകമാണെന്ന് പ്രഭാഷകൻ 41:1 പറയുന്നു? ഉത്തരം 3. ചോദ്യം 5. എത്ര പേർക്ക് മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമാണെന്ന് പ്രഭാഷകൻ 41:2 കാണുന്നു? ഉത്തരം 5. ചോദ്യം 6. മരണമേ എന്ന് സംബോധന ചെയ്ത് ആരംഭിക്കുന്ന പ്രഭാഷകൻ 41 വാക്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പ്രഭാഷകൻ 41:1, പ്രഭാഷകൻ 41:2. ചോദ്യം 7. മരണത്തിൻ്റെ വിധി ആർക്കൊക്കെ സ്വാഗതാർഹമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദരിദ്രനും, ശക്തി ക്ഷയിച്ചവനും, വൃദ്ധനും, അല്ലൽ നിറഞ്ഞവനും, സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും. ചോദ്യം 8. പൂരിപ്പിക്കുക. ഡാഷ് ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക. ഉത്തരം മരണവിധിയെ. ചോദ്യം 9. മരണവിധി ആർക്കു വേണ്ടിയുള്ള കർത്താവിൻ്റെ തീർപ്പാണ്? ഉത്തരം മർത്യവർഗത്തിന്. ചോദ്യം 10. പൂരിപ്പിക്കുക. അത്യുന്നതന്റെ ഡാഷ് നിരസിക്കാൻ ആർക്ക് കഴിയും? ഉത്തരം ഹിതം. ചോദ്യം 11. ആയുസ് 10, 100, 1000 വർഷമായിക്കൊള്ളട്ടെ, എവിടെ അതേപ്പറ്റി ചോദ്യമില്ല? ഉത്തരം പാതാളത്തിൽ. ചോദ്യം 12. ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? ഉത്തരം പാപികളുടെ. ചോദ്യം 13. പാപികളുടെ സന്താനങ്ങൾ എവിടെ സമ്മേളിക്കുന്നു? ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ. ചോദ്യം 14. പാപികളുടെ സന്താനങ്ങളുടെ എന്ത് നശിച്ചു പോകും? ഉത്തരം അവകാശം. ചോദ്യം 15. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും? ഉത്തരം നിത്യനിന്ദയ്ക്ക്. ചോദ്യം 16. എങ്ങനെയുള്ള പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും? ഉത്തരം ദൈവഭയമില്ലാത്ത. ചോദ്യം 17. ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം മക്കൾ അനുഭവിക്കുന്നതെന്ത്? ഉത്തരം നിന്ദ. ചോദ്യം 18. എന്ത് നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്കു കഷ്ടം എന്ന് പ്രഭാഷകൻ പറയുന്നു? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ. ചോദ്യം 19. ദൈവഭയമില്ലാത്ത ജനം എന്തിലേക്കാണ് ജനിച്ചത്? ഉത്തരം ശാപത്തിലേക്ക്. ചോദ്യം 20. ദൈവഭയമില്ലാത്ത ജനത്തിന് മരണത്തിലും എന്താണ് വിധി? ഉത്തരം ശാപം. ചോദ്യം 21. എവിടെ നിന്നു വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു? ഉത്തരം പൊടിയിൽ നിന്ന്. ചോദ്യം 22. ദൈവഭയമില്ലാത്തവൻ എന്തിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു? ഉത്തരം ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക്. ചോദ്യം 23. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. തുടർന്നുള്ള വാക്യം എന്ത്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു.
ചോദ്യം 24. മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ്? ഉത്തരം ശരീരനാശത്തെ പ്രതി. ചോദ്യം 25. ആരുടെ പേര് പോലും മാഞ്ഞു പോകും? ഉത്തരം പാപികളുടെ. ചോദ്യം 26. എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സൽകീർത്തിയിൽ. ചോദ്യം 27. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് ഏത്? ഉത്തരം സത്കീർത്തി. ചോദ്യം 28. എങ്ങനെയുള്ള ജീവിതത്തിന്റെ ദിനങ്ങളാണ് പരിമിതമായിരിക്കുന്നത്? ഉത്തരം നല്ല ജീവിതത്തിന്റെ. ചോദ്യം 29. പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. ഉത്തരം സത്കീർത്തി. ചോദ്യം 30. പ്രഭാഷകൻ 41-ാം അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ലജ്ജാശീലം. ചോദ്യം 31. പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഉത്തരം ഉപദേശങ്ങൾ. ചോദ്യം 32. എങ്ങനെയുള്ള ജ്ഞാനം നിഷ്പ്രയോജനമാണ്? ഉത്തരം നിഗൂഢ ജ്ഞാനം. ചോദ്യം 33. പൂരിപ്പിക്കുക. നിഗൂഢ ജ്ഞാനവും ഡാഷ് നിഷ്പ്രയോജനമാണ്. ഉത്തരം അജ്ഞാത നിധിയും. ചോദ്യം 34. നിഷ്പ്രയോജനമായിട്ടുള്ളത് എന്തെല്ലാമാണ്? ഉത്തരം നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. ചോദ്യം 35. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ്? ഉത്തരം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ. ചോദ്യം 36. ആര് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്? ഉത്തരം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. ചോദ്യം 37. പൂരിപ്പിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ഡാഷ് നന്നല്ല. ഉത്തരം ലജ്ജിക്കുന്നത്. ചോദ്യം 38. എത്ര കാര്യങ്ങൾ ലജ്ജിക്കേണ്ടവയാണെന്ന് പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ പറയുന്നു? ഉത്തരം 19. ചോദ്യം 39. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ എങ്ങനെയായിരിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം അസാൻമാർഗി. ചോദ്യം 40. ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. ചോദ്യം 41. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുൻപിൽ എന്തു ചെയ്യുന്നത് ലജ്ജിക്കേണ്ടതാണ്? ഉത്തരം തെറ്റ് ചെയ്യുന്നത്. ചോദ്യം 42. ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നത് ലജ്ജിക്കേണ്ടതാണെന്ന് പ്രഭാഷകൻ പറയുന്നു? ഉത്തരം ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുൻപിൽ. ചോദ്യം 43. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുൻപിൽ എന്ത് പ്രവർത്തിക്കുന്നത് ലജ്ജിക്കേണ്ടതാണ്? ഉത്തരം അനീതി. ചോദ്യം 44. സ്വന്തം സ്ഥലത്തുനിന്ന് എന്തു ചെയ്യുന്നത് ലജ്ജാകരമാണെന്ന് പ്രഭാഷകൻ പറയുന്നു? ഉത്തരം മോഷ്ടിക്കുന്നത്. ചോദ്യം 45. പൂരിപ്പിക്കുക. ദൈവത്തിന്റെ ഡാഷ് ഡാഷ് മുമ്പിൽ ലജ്ജാഭരിതനാകുക. ഉത്തരം വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും. ചോദ്യം 46. ഭക്ഷണാവസരങ്ങളിൽ എന്ത് കാണിക്കുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം സ്വാർത്ഥ താൽപര്യം. ചോദ്യം 47. ഏത് കാര്യങ്ങളിൽ കാപട്യം കാണിക്കുന്നത് ലജ്ജിക്കണം? ഉത്തരം ക്രയവിക്രയങ്ങളിൽ.
ചോദ്യം 48. ഏത് കാര്യം ചെയ്യാതിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പ്രത്യഭിവാദനം. ചോദ്യം 49. ആരെ അഭിലാഷപൂർവം നോക്കുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം കുലടയെ. ചോദ്യം 50. ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം ബന്ധുവിന്റെ. ചോദ്യം 52. ആരെ ദുർമോഹത്തോടെ നോക്കുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം അന്യന്റെ ഭാര്യയെ. ചോദ്യം 53. ആരുമായി ബന്ധപ്പെടുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം അന്യന്റെ ദാസിയുമായി. ചോദ്യം 55. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കണം? ഉത്തരം സ്നേഹിതന്മാരുടെ. ചോദ്യം 54. ആരുടെ കിടക്കയെ സമീപിക്കരുത്? ഉത്തരം അന്യന്റെ ദാസിയുടെ. ചോദ്യം 56. എന്ത് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കണം? ഉത്തരം ദാനം. ചോദ്യം 57. എന്ത് ആവർത്തിക്കുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം പരദൂഷണം. ചോദ്യം 58. എന്ത് വെളിപ്പെടുത്തുന്നതിൽ ലജ്ജിക്കണം? ഉത്തരം രഹസ്യം. ചോദ്യം 59. പൂരിപ്പിക്കുക. അപ്പോൾ ഡാഷ് ആയിരിക്കും നിന്റേത്, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഉത്തരം ഉചിതമായ ലജ്ജ. ചോദ്യം 60. പ്രഭാഷകൻ 41:10 സമാനമായ വാക്യം. ഉത്തരം ഉൽപ്പത്തി 3:19. ചോദ്യം 61. പ്രഭാഷകൻ 41:11 സമാനമായ വാക്യങ്ങൾ. ഉത്തരം സങ്കീർത്തനം 9:5, സുഭാഷിതങ്ങൾ 10:7. ചോദ്യം 62. പ്രഭാഷകൻ 41:12 സമാനമായ വാക്യങ്ങൾ. ഉത്തരം സുഭാഷിതങ്ങൾ 22:1, സഭാപ്രസംഗകൻ 7:1.